യാക്കോബ് കണ്ട സ്വർഗത്തിൻ്റെ ഗോവണിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് കാണാൻ പോകുന്നത് യാക്കോബ് പറഞ്ഞ മറ്റൊരു വാക്യമാണ്. ഇത് സ്വർഗത്തിൻ്റെ കവാടമാണ്, ഗേറ്റ് ഓഫ് ഹെവൻ. ഗേറ്റ് ഓഫ് ഹെവൻ എന്നുള്ള ഈ ഒരു ചിന്ത ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു. പുൽക്കൂടിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾക്ക് ഒത്തിരി സഹായമായിട്ട് അത് മാറും. സ്നേഹമുള്ളവരെ, ശരിക്കും എന്താണ് ഈ ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത്? പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഗേറ്റ് ഓഫ് ഹെവന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ, പ്രത്യേകിച്ച് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ അടുത്തേക്കുള്ള വാതിൽ അടയ്ക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ അടയ്ക്കപ്പെട്ട വാതിൽ പിന്നെ വെളിപ്പെടുന്നത് ശരിക്കും യാക്കോബിനാണ്. ഇവിടെ ഇതാ വാതിൽ തുറക്കപ്പെടുകയാണ്, സ്വർഗത്തിൻ്റെ വാതിൽ അദ്ദേഹം മനസ്സിലാക്കിയാണ്. എന്താണ് ഈ വാതിൽ? ഈ വാതിലിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ വാതിൽ മനസ്സിലാവണമെങ്കിൽ 2 യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഡിസെൻഡ്, 2 അസെൻഡ്. അതായത് ഇറങ്ങി വരിക, കയറിപ്പോവുക. ഇറങ്ങി വരുന്നതിനും ഒരു വാതിൽ ആവശ്യമുണ്ട്, കയറിപ്പോകുന്നതിനും വാതിൽ ആവശ്യമുണ്ട്. ഇറങ്ങി വരുന്നതിന്, അതായത് ദൈവത്തിന് മനുഷ്യകുലത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നതിന് ആവശ്യമായി വന്ന വാതിലാണ് പരിശുദ്ധ കന്യകാമറിയം. അതാണ് സഭാപിതാക്കന്മാർ ഈ ഒരു ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത്. പ്രത്യേകിച്ച് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 44-ാമത്തെ അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വിശുദ്ധ അംബ്രോസും വിശുദ്ധ അഗസ്റ്റിനും വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ്: അടച്ചുപൂട്ടപ്പെട്ട ഒരു പടിപ്പുതിര വാതിൽ കിഴക്ക് വശത്തുണ്ട്. ദൈവമായ കർത്താവിന് മാത്രമേ ആ വാതിലിലൂടെ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ആ വാതിലിലൂടെ ദൈവം പ്രവേശിച്ചു കഴിഞ്ഞാലും അത് അടഞ്ഞു തന്നെയിരിക്കും. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യാത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനമാണ് എസെക്കിയേൽ 44:1 തൊട്ട് പറയുന്നത്. ഈ ഗേറ്റ് എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യനായി അവതരിക്കുന്നതിന് വേണ്ടി നിൽക്കപ്പെട്ട വാതിലാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി അടുത്താണ് അസെൻഡ്, മുകളിലേക്ക് കയറിപ്പോവുക. അതിനെങ്ങനെയാണ് ഈ വാതിൽ? ആ വാതിൽ ഈശോ തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം: ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള വാതിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഈശോയാകുന്ന പുതിയ വാതിലിലൂടെയാണ് ഇനി നമ്മളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ശരിക്കും ഈ പുൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ ഒരു വാതിൽ കടക്കാനാണ് പോകുന്നത്. ഈശോയാകുന്ന ഈ വാതിൽ കടന്ന് സ്വർഗത്തിലേക്ക് പോകാനാണ് നമുക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട സ്വർഗഭാഗ്യത്തിൻ്റെ വാതിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ആ വാതിൽ ഈശോയാണ്. ആ ഈശോയിലൂടെ നമുക്ക് പ്രവേശിക്കാം. നമുക്ക് വ്യക്തി ജീവിതത്തിലേക്കുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഓരോ വാതിലുകളാണ്. ഒന്നെങ്കിൽ മനുഷ്യരെ നരകത്തിലേക്ക് നയിക്കുന്ന വാതിൽ, അല്ലെങ്കിൽ മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വാതിൽ. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആ വാതിലായിട്ട് നമുക്ക് നമ്മുടെ വാക്കുകൾക്ക്, പെരുമാറ്റങ്ങൾക്ക് മാറാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.